അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിക്കമിൽ നിന്നുള്ള ഒരു ഹിക്മത്ത് നാം പഠിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിൻ അലാമത്തിൽ ഇഅ്തിമാദി അലൽ അമൽ നുഖ്സാനു റജാഇ ഇൻദ വുജൂദി സലൽ എന്നതായിരുന്നു ആ ഒരു ഹിക്മത്ത്. ഇന്ന് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹിക്മത്ത് നാം പഠിക്കുകയാണ്. രണ്ടാമത്തെ ഹിക്മത്തല്ല, നാം ഏതാനും ചില ഹിക്മത്തുകൾ സെലക്ട് ചെയ്തതാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രസിദ്ധമായൊരു ഹിക്മത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത്. ആ ഹിക്മത്ത് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിലടങ്ങിയിട്ടുള്ള ആശയവൈപുല്യം അതെത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ലായക്കുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആഇ മൂജിബൽ ലിയസിക് ഫഹുവ ളമിന ലക്കൽ ഇജാബത ഫീമാ യഖ്താറുഹു ലക് ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക് വഫിൽ വഖ്തില്ലദീ യുരീദ് ലാ ഫിൽ വഖ്തില്ലദീ തുരീദ്. ഇതാണ് ഹിക്മത്ത്. ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ലായക്കുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആ. നാം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പക്ഷേ ദുആ ചെയ്തിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല. ഒരുപാട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ അള്ളാഹുവേ റബ്ബേ റബ്ബേ എന്ന് നമ്മിങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ദുആ ചെയ്തിട്ടും ദുആക്കുള്ള ഉത്തരം കിട്ടുന്നത് കുറേ വൈകിയാണ്. അങ്ങനെ വൈകുന്നത് ഒരിക്കലും മൂജിബൽ ലിയസിക്, നിനക്ക് നിരാശ ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഫഹുവ ളമിന ലക്കൽ ഇജാബ, നീ ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഫീമാ യഖ്താറുഹു ലക്, ഏത് വിഷയത്തിലാണ് ഉത്തരം നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നിനക്കൊരു പക്ഷേ ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിൽ ഉത്തരം കിട്ടണമെന്ന് അള്ളാഹുവിന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു തആല ഏറ്റെടുത്തിട്ടുള്ളത് നിനക്ക് വേണ്ടി അള്ളാഹു എന്താണോ സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, ആ വിഷയത്തിൽ നിനക്ക് ഉത്തരം നൽകാം. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക്, നീ നിൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഉത്തരം നൽകുമെന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല. അതും വഫിൽ വഖ്തില്ലദീ യുരീദ്, എപ്പോൾ ഉത്തരം നൽകണമെന്നതും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ലാ ഫിൽ വഖ്തില്ലദീ തുരീദ്, നീ തീരുമാനിക്കുന്ന സമയത്തല്ല അള്ളാഹു തആല ഉത്തരം നൽകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രസിദ്ധമായ ഒരു ഹിക്മത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന ആളുകളായിരിക്കും. ദുആ ചെയ്യുമ്പോൾ ദുആയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ് മൂഖിനുൻ ബിൽ ഇജാബ, അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടെ, ആ ഉറപ്പോടുകൂടെ ആയിരിക്കണം ഒരു മനുഷ്യൻ ദുആ ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് നാം ഉദ്ദേശിച്ച സമയത്ത് നാം ഉദ്ദേശിച്ച രീതിയിൽ ഉത്തരം കിട്ടണമെന്നില്ല. അവിടെയാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നിൻ്റെ ദുആക്ക് ഏത് രൂപത്തിൽ ഉത്തരം നൽകണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്, ഏത് സമയത്ത് ഉത്തരം നൽകണമെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്തായിരിക്കും. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അപ്പം ദുആ ചെയ്താൽ ഉത്തരം നൽകുമെന്നത് അള്ളാഹു തആല ഏറ്റെടുത്ത ഒരു കാര്യമല്ലേ? ഏറ്റെടുത്ത കാര്യം പിന്നെ അള്ളാഹു എന്തുകൊണ്ട് നിറവേറ്റുന്നില്ല എന്ന് നാം ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും ദുആ ചെയ്യുമ്പോഴും ഒരുപക്ഷേ ആ ദുആക്ക് ഇങ്ങനെ ഉത്തരം കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും നമ്മുടെ ആഗ്രഹം പോലെ നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ വലിയ പ്രശ്നമായിരിക്കും. നമുക്കതൊരു ഖൈർ ആകണമെന്നില്ല. ഖുർആനിൽ തന്നെ അല്ലാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും
വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കതിനോടൊരു വെറുപ്പുണ്ടാവും, പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. നേരെ മറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടാകും, അത് നിങ്ങൾക്കൊരു പക്ഷേ ഷർറായിരിക്കും. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. നിങ്ങളുടെ വരും വരായികകൾ, നിങ്ങളുടെ ആഖിബത്ത്, നിങ്ങളുടെ അന്ത്യം, എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾക്കത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഉത്തരം അള്ളാഹു നൽകുമെന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ദുആ ചെയ്യുക. അത് എപ്പോൾ നൽകും, ഏത് രൂപത്തിൽ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. ചരിത്രത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണമായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഫിർഔനിനെതിരിൽ ഒരുപാട് ദുആകൾ നടത്തിയിരുന്നു. റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ദുദ് അലാ ഖുലൂബിഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ ഫിർഔനിൻ്റെയും കൂട്ടരുടെയും സമ്പത്തുകൾ നീ നശിപ്പിക്കണമേ, ഫിർഔനിനെ നീ നശിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമും അതേപോലെ ഹാറൂൻ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അങ്ങനെ ദുആ ചെയ്തിട്ട് ഖുർആനിൽ അവരുടെ ദുആ സ്വീകരിച്ചതായി അള്ളാഹു തആല പറയുന്നുണ്ട്. ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ, നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ തഫ്സീറിലൊക്കെ കാണാൻ പറ്റും, മൂസാ നബിയും ഹാറൂൻ നബിയും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ ദുആ അള്ളാഹു തആല സ്വീകരിച്ചത് 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട മൂസാ നബി എന്ന് പറഞ്ഞാൽ ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണല്ലോ. ഉലുൽ അസ്മുകളിൽപ്പെട്ട മൂസാ നബിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂൻ നബിയും അള്ളാഹുവിനോടൊരു കാര്യം ദുആ ചെയ്തിട്ട് ആ കാര്യം അള്ളാഹു നിറവേറ്റിക്കൊടുത്തത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഈ ദുആക്ക് 40 വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തരം നൽകേണ്ടത്. അപ്പോൾ അവിടെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചിട്ടില്ല, പടച്ചോനെ എന്തുകൊണ്ട് എൻ്റെ ദുആക്ക് 40 വർഷം കഴിഞ്ഞു ഉത്തരം നൽകാൻ ഇത്രയും പിന്താൻ കാരണം എന്ത് എന്ന് മൂസാ നബി ചോദിച്ചിട്ടില്ല. കാരണം മൂസാ നബിക്ക് അള്ളാഹുവിനെക്കുറിച്ചറിയാം, അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്, അതിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് 40 വർഷത്തിന് ശേഷം ദുആക്ക് ഉത്തരം ലഭിച്ചപ്പോൾ പോലും അള്ളാഹുവിനോട് മൂസാ നബിയോ ഹാറൂൻ നബിയോ ഒരു പരാതിയും പറയാതിരുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അടിമ എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിനോടൊരു കാര്യം ദുആ ചെയ്തു, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യം നിറവേറുക, നമ്മുടെ കാര്യം നേടുക എന്നത് മാത്രമാണ് കൂടുതൽ തസൗഫിൻ്റെ ലോകത്തേക്കോ ആത്മീയ ലോകത്തേക്കോ പ്രവേശിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അല്ലാഹു തആല ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. കാരണം ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ദുആ ചെയ്യും. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു അവസരമായി. വീണ്ടും ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ല, അപ്പോൾ നമ്മൾ വീണ്ടും ദുആ ചെയ്യും. അപ്പോൾ വീണ്ടും അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒത്തുവരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നിരവധി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആഇ, നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ആ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു അടിമ അള്ളാഹുവുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിമ യജമാനനായ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ, ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഒരു സ്വാലിഹായ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നതാണ്, യാ റബ്ബി അബ്ദുക ഫുലാൻ ഇഖ്ളി ഹാജതഹു, അള്ളാഹുവെ നിൻ്റെ ഇന്നാലിന്ന അടിമ നിന്നോട് ദുആ ചെയ്തല്ലോ, അവൻ്റെ ആവശ്യം നീ നിറവേറ്റി കൊടുക്കണം റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല തിരിച്ചു പറയുമെന്നാണ്
ദഉ അബ്ദി ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു. എൻ്റെ അടിമ ദുആ ചെയ്തോട്ടെ, അവനെ നിങ്ങൾ ദുആ ചെയ്യാൻ അനുവദിക്കൂ. കാരണം ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു, അവൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമ ഇങ്ങനെ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോഴേക്കും ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു രീതിയല്ല. മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആ ദുആക്ക് അള്ളാഹു തആല ഉത്തരം നൽകും. ഈ ഒരു വലിയ തത്വമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഹിക്മത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹിക്മത്ത് നാം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അടിസ്ഥാന ശിലയായി, ഒരു അടിസ്ഥാന തത്വമായി അത് മനസ്സിലാക്കി വെക്കണം. ലാ യകുൻ തഅഖുറു അമദിൽ അത്വാഇ മഅൽ ഇൽഹാഹി ഫി ദുആഇ മൂജിബൽ ലിയസിക്. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുക എന്നത് ഒരിക്കലും ഒരു നിരാശ നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കാൻ പാടില്ല. ഫഹുവ ലമിന ലക്കൽ ഇജാബ ഫീമാ യഖ്താറുഹു ലക്. അള്ളാഹു തആല നിനക്ക് എന്താണോ തിരഞ്ഞെടുത്തത് ആ വിഷയത്തിൽ ഇജാബത്ത് ഉത്തരം നൽകുമെന്നതാണ് അള്ളാഹു ഏറ്റെടുത്തത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മുടേതായ ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം, ഞാൻ എന്താകണം, ഞാൻ എങ്ങനെയാകണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. മറിച്ച് എൻ്റെ എല്ലാം അറിയുന്ന, എന്നെ സൃഷ്ടിച്ച, എൻ്റെ തുടക്കമറിയുന്ന, എൻ്റെ അവസാനമറിയുന്ന, ഞാൻ മരിച്ചാൽ എങ്ങനെയുണ്ടാകും, ഇതൊക്കെ അറിയുന്ന, എൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവുമൊക്കെ അറിയുന്ന അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. ലാ ഫീമാ തഖ്താറുഹു ലി നഫ്സിക്. നിനക്ക് വേണ്ടി നീ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയത്തിലല്ല അള്ളാഹു തആല ഉത്തരം നൽകുക. വഫിൽ വഖ്തില്ലദീ യുരീദ് ലാ ഫിൽ വഖ്തില്ലദീ തുരീദ്. അത് തന്നെ ഏത് സമയത്താണ് ഉത്തരം നൽകേണ്ടത് എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അല്ലാതെ ഇന്ന സമയത്ത് ഞാൻ ദുആ ചെയ്യുമ്പോഴേക്ക് ഉത്തരം കിട്ടണമെന്ന് ഒരിക്കലും ഒരു അടിമ തീരുമാനിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു ഇന്ന സമയത്ത് ഉത്തരം നൽകണം, ഇന്ന രൂപത്തിൽ ഉത്തരം നൽകണമെന്ന് നാം പറയുമ്പോൾ ഒരു അടിമ ശരിക്ക് പറഞ്ഞാൽ യജമാനനോട് എതിർക്കുന്നത് പോലെയാണത്. അതായത് നീ എനിക്ക് ഞാൻ തീരുമാനിക്കുന്ന കാര്യം ചെയ്തു തരണം. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അടിമ യജമാനനോട് എതിരിടുന്ന ഒരു പ്രതീതി അതിൽ വരാനുണ്ട്. അതൊരിക്കലും ഒരു അടിമയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരടിമ എപ്പോഴും, അടിമയെപ്പറ്റി പറയാറ് തന്നെ ഫഖർ, അതായത് ഏത് സമയത്തും അള്ളാഹുവിലേക്ക് അവനൊരാവശ്യം. അള്ളാഹു നിരാശ്രയനും അടിമ എപ്പോഴും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവനുമാണ്. അപ്പോൾ ആ ഒരു ആശ്രയത്വം എപ്പോഴും ഒരു അടിമയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന വലിയൊരു തത്വം കൂടെ ഈ ഹിക്മത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതായാലും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.